ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഹേമർജിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ. നമ്മൾ കുറേ നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ പാടത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ കൂടെ ചിപ്പുണ്ട്. അതെ അതെ, ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാടത്തെ ആ ഒരു അവസ്ഥ. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ക്യാമറയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോൾ അല്ലേ. കുറച്ചുകൂടി ഒച്ചയിൽ പറയാം, ഇതിൽ കേക്കില്ല നീ അവിടെ. അങ്ങനെ എനിക്കെന്താ പറയാ, കേൾക്കണില്ല. അപ്പോൾ കാണിക്കില്ല. ഇവിടെ പാമ്പൊക്കെ ഉണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ചിപ്പുണ്ട്, ആദിയുണ്ട്, എല്ലാവരും ഉണ്ട്. സെറ്റാണ്. അപ്പോൾ ഫൈനലി വി ആർ ഹിയർ. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ എനിക്ക് വേറൊരു സങ്കട വാർത്ത പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജാസർക്കാട ഗുലാബിയുടെ വീഡിയോ നമ്മൾ ഇട്ടെങ്കിലും തലേദിവസത്തെയും കല്യാണത്തെയും വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. തലേദിവസത്തെ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് ഓർഡറിൽ കണ്ടുപിടിക്കും. പിന്നെ ആരും മടിയൊക്കെ കൊണ്ട് എടുത്തില്ല. പിന്നെ കല്യാണത്തിന് വീഡിയോ ഇയാൾ കാരനാണ് കല്യാണത്തിന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട്, അല്ല അതാണ് ഞാനിപ്പോൾ പറയാൻ നിന്നത്. പിന്നെ ഇതിന്റെ അർത്ഥം കിട്ടാൻ അറിയും. നിങ്ങൾക്കറിയോ ഗൈസ്? നിങ്ങൾക്കറിയെങ്കിൽ കമന്റ്. അപ്പോൾ ഞാനും ചിപ്പി ഒരുപോലെ ജേഴ്സി പിന്നല്ലാണ്ട് നോർമൽ ഷാളാ. ഞങ്ങളെ ശ്രദ്ധിക്കും. അതെ അതെ. പിന്നെ ഗൈസ്, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറെ പിന്നെ ഗൈസ് പറയാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സോറി, നമ്മളിനി ഡെയിലി വീഡിയോ, അതെ ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. വീഡിയോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫുൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ചിലപ്പോൾ ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഡെയിലി ഓരോ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. എനിക്ക് കിട്ടാത്ത കാരണം, കണ്ടന്റുകളൊന്നും കിട്ടാത്ത കാരണമാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. അതുപോലെ ഓക്കെ, റിബൺ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓരോ ഷോർട്സ് വീതം ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിന്റെ ചലഞ്ചാണ്, നീ വേണം അത് ഏറ്റെടുത്ത് ചെയ്യാൻ. ഈ ചിപ്പ എന്ന് പറയുന്ന ഈ മുതലിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ കുറേ മോട്ടിവേഷൻസ് ഒക്കെ തരും. ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ആ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ മോട്ടിവേഷൻസ് ഒക്കെ തരും. എന്നിട്ട് ഈ പറയുന്ന ആൾ ഞാൻ 3 ദിവസം ഇവിടെ വന്നു. ആ 3 ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മടി കാണിച്ചിരുന്നു. 3ാമത്തെ ദിവസം എന്നാ ഇന്ന് 2 ദിവസം വന്നിരുന്നില്ലേ? ഇവിടെ വേറൊരു പ്രാന്തത്തെ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്. വയ്യാത്ത കുട്ടി അല്ല, ഇവിടെ കുറച്ച് നിശബ്ദത ഉള്ളത് കാരണം കൊണ്ടാണ്. അപ്പൊ ഇവിടെ കുറച്ച് നിശബ്ദത ഉള്ളത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഈ പിള്ളേർ കാണിക്കണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? കൊറോണ ഞങ്ങളല്ല, ഈ വിവരമില്ലാത്ത ആദി അങ്ങനെയാണ് വയ്യാത്ത കുട്ടി. ഞങ്ങൾ പ്രത്യേകിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിചാരിക്കുന്നവർ വിചാരിച്ച ഒരു പ്രശ്നമില്ല അല്ലേ ചിപ്പ? അങ്ങനെ വിചാരിക്കുന്നവര് ഈ പിള്ളേരെന്തീ കാണിക്കുന്ന, ഇവർക്ക് വയ്യെന്നൊക്കെ വിചാരിക്കുന്ന, അങ്ങനെ വിചാരിക്കുന്നവരെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്താണെന്ന് വിചാരിച്ചു കൊള്ളാം. അതെ അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണമെങ്കിൽ പറയാം. കാരണം സ്വാതന്ത്ര്യം ഉണ്ട്, കാരണം ഇതൊരു അതെ അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. ബിക്കോസ് ഒരു കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൾക്കാർക്ക് ഇടാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. ചിലപ്പോൾ കമന്റ് ഓഫ് ആവും. എനിക്കറിയില്ല, നിങ്ങൾക്ക് കമന്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം. മിനി പ്ലെയർ അങ്ങനെ ഓണായാലും അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. അതെ അതെ, നിങ്ങളെ പിടിച്ച് ഞങ്ങൾ കമന്റ് ബോക്സ് ഒരിക്കലും ഓഫാക്കുന്നതായിരിക്കില്ല, ഓഫാക്കില്ല. അങ്ങനത്തെ കമന്റുകൾ പിടിച്ചിട്ട്
കമന്റ് ഇടേണ്ടവർക്ക് ഇടാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഗൈസ് ഇവിടെ നമ്മുടെ ആദ്യം പറഞ്ഞ വയ്യാത്ത കുട്ടി ചെയ്ത പണിയാണ്. കുട്ടികൾ എന്ത് ചെയ്താലും നമ്മ പുറത്തു കൊടുക്കണം. അതെ അതെ അതെ. ഓക്കെ പോയിക്കോ, അവള് പോട്ടെ. ഗൈസ് ദാ ആദ്യം പോവാണ്. പോണില്ലേ മോളെ? നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഇങ്ങനെ പിണങ്ങി പോണവര്. അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്ക. അതെ അവരിവിടെ എന്തോ അയ്യോ ദേ കല്ലെടുത്തത് ഞാനല്ലേ പറഞ്ഞേ. അതെ അതെ. അപ്പൊ ഗൈസ് ദേ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയും മോളെ അവള് വലിയ പട്ടിഷ കാണിച്ചിട്ട് കൈ ഉയർത്തി കളിക്കും. അപ്പൊ ഇതാ ഞങ്ങളൊരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. എടി അങ്ങോട്ട് പോവല്ലടി. പക്ഷെ ഇതില് അത്ര വ്യൂല് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്കറിയോ. നേരിട്ട് കാണാൻ എന്താ അടിപൊളിയാ. ഗൈസ് നല്ല കാഴ്ച നിങ്ങൾ കാണിച്ചു ബാഡിന്ന് പറഞ്ഞാൽ എന്തിട്ടാന്നറിയോ? മുപ്പരാണ്ട് നേരം ബാഡി എന്ന് പറഞ്ഞാലേ ബാഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയല്ല, ബാഡിന്ന് നമ്മ ഭയങ്കര അന്ന് രസമുണ്ട് അങ്ങനെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ഫോക്കസ് ആവുന്നില്ല. ക്യാമറയുടെ പ്രോബ്ലം ആണ്, ഞങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി. അപ്പൊ ഗൈസ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നല്ല വെള്ളമൊക്കെ വന്നെടുത്തിട്ട് അടിപൊളിയാണ് ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അങ്ങനത്തെ ഒരു ചിരി ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇങ്ങനെയായി പോയി. ഇതിലെന്തിട്ട് തെറ്റിദ്ധരിക്കാൻ വിചാരിക്കാനൊന്നുമില്ല. കുരുത്തം കെട്ടത് കഴിഞ്ഞു. ബേസിലിന്റെ ചിരി പോലെ. ബേസിൽ ജോസഫ അപ്പൊ ഗൈസ് എന്തായാലും അടിപൊളി ആ ഒരു ഇതാണ്. മതി, കണ്ടു. അപ്പൊ ഇവിടെ ഒരു പാലം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പാലം പോലത്തെ ഞാൻ അറിയാം, അത് പറഞ്ഞു പോയി. ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. അപ്പൊ മനുഷ്യന്മാരാണ്, ഓരോ മിസ്റ്റേക്കുകളൊക്കെ പറ്റും, അതൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളെല്ലാം മിസ്റ്റേക്ക്. അതെ അതെ, ഇവളുടെ കൂടെ നടക്കണത് അതുകൊണ്ടാണ്. അതെ അതെ, ഇത് പനിയാണല്ലോ പകരാൻ വേണ്ടി. കൊറോണയാണ്, കൊറോണ. ഈ സാധനം എവിടെ ഒന്നുകൂടി ചിരിച്ചാ മതി. ഒന്നൂടി ചിരിക്ക് ഇങ്ങനെ. അതി ആൾക്കാരെ ശരിക്കും വയ്യാത്ത കുട്ടിയാണ്. അല്ല അതന്നെയാണ്. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട, അരികെത്തായെന്നും കോവൽ നിൽക്കില്ലേ വിങ്ങും നെഞ്ചെടുക്കിൽ. അതെ അതെ, രണ്ടടി അടിച്ചു. അള്ളാരെ ഉറക്ക പറ. സൗണ്ട് കുറച്ചു. നമുക്ക് വയലൻസ് വേണ്ട, നമുക്ക് സമാധാനം മതി. അതെ, അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇത്ര സൗണ്ട് ഉള്ളപ്പോ എന്തിനാണ് ഇനി മൈക്കിന്റെ ആവശ്യം? അതെ, അല്ലാണ്ട് മൈക്ക് മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടല്ല. അതെ, ഞങ്ങൾ നല്ല കാശ്. അതെ, ഇനി അതിന്റെ BMW ഉണ്ട്.
BMW അല്ല BM. അയ്യോ ആദ്യയുടെ കയ്യിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ. അതെ ഇനിയിപ്പൊ നിങ്ങള് മൈക്ക് ഇല്ലാതെ പറയുന്ന ഞങ്ങളുടെ സൗണ്ട് അതിനെ കുറിച്ച് കളിയാക്കുകയാണെങ്കിൽ ആരും പ്രശ്നമില്ല. അപ്പൊ ഇയാള് അടിച്ചതോ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊള്ളൂ, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ തോന്നിയാൽ ഞങ്ങൾ ഒന്നുമില്ല മിനി കൂപ്പർ എടുക്കാൻ പോവാ. അതെ അതെ അതെ. അപ്പൊ ഗൈസ് ഇനിച്ചിപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കോ? ഗൈസ് നോക്കൂ, ഇത് പാടത്ത് വന്നാ പോലെ ഇവരൊരു ഇത്തിരി ബിഹേവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണ് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത? നിങ്ങൾക്ക് എന്താണ് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത? ഒരു 7ലും 6ലും പഠിക്കുന്ന കുട്ടികളുടെ ബിഹേവിയർ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഇവര് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വീഡിയോയിലാണ് ഇങ്ങനെ, നേരിട്ട് ഇവരിങ്ങനെ തന്നെയാണ്. നമുക്ക് ശരിക്കും ഇവിടെ നിന്നിട്ട് പോവാൻ തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരും പാട് കാണുമ്പോ. ഞാൻ വീഡിയോ ഓഫ് ആക്കൂട്ടാ, മതി. ഗൈസ് ഇവിടെ ഇപ്പൊ തന്നെ ബാങ്ക് കൊടുത്തപ്പോ ഒരാള് നിന്നതാണ്. ബാങ്ക് കൊടുക്കണ കേട്ടപ്പോ നിന്നതാണ് ഗൈസ്. ബാങ്ക് കൊടുക്കുമ്പോ നമ്മള് സൈലൻസ് കീപ്പ് ചെയ്യണം അല്ലേ? അതുകൊണ്ടാണ് നമ്മള് ആ സമയത്ത് വീഡിയോ എടുക്കാൻ. ഓക്കെ അതെ, എന്നുണ്ടെങ്കിൽ സമാധാനം ആവാത്തേന്ന്. പക്ഷെ എന്തിനൊക്കെ ഞാൻ പറയണേ, എനിക്കൊരു ബോധം ഉണ്ട്. എന്താണ്? പാമ്പുണ്ടാവില്ല, അണലുണ്ടാവും. എന്റെ ഡയലോഗ് കോപ്പി അടിച്ച് പറയുന്നു. അതിനേക്കാളും മുമ്പ് ഞാൻ അത് പറയാൻ തുടങ്ങി. ഓ ഇനി എന്തായാലും നമ്മള് പോവാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് ലൈറ്റ് കിട്ടണില്ല. അതെ അതെ. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ചെറിയൊരു വ്ളോഗാണ് ഉദ്ദേശിച്ചത്. ചെറിയൊരു വ്ളോഗ് ആയി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലോ അപ്പൊ ഇനി ഇതിൽ വല്ല ലാഗ് ആയിട്ട് വല്ല ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറെ കട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിക്കാൻ അടിച്ചു പൊട്ടിക്കാണ് വെറുതെ. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.